കേരളത്തിൽ ബി.ജെ.പിയുടെ എം.എൽ.എമാരുണ്ടായിരുന്നുവെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരിക്കലും സംഭവിക്കില്ലായിരുന്നുവെന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. നിലവിൽ ഇടത് വലത് ഭരണത്തിൽ ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്. മാറ്റത്തിനായി അവർ കാത്തിരിക്കുകയാണ്. ബി.ജെ.പി അധികാരത്തിൽ വരാനാണ് ജനങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിലൊരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ബി.ജെ.പി കുറച്ചുകൂടി മുൻപ് ഭരണത്തിൽ വന്നിരുന്നുവെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുമായിരുന്നുവെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് തോന്നലുണ്ടെന്നും അവർ പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെക്കുറിച്ചും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ദേശീയ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യങ്ങൾ പങ്കുവച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ചും ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ബി.ജെ.പി ചോദിച്ച പല ചോദ്യങ്ങൾക്കും കോൺഗ്രസ് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം എന്തിനാണ് മുതിർന്ന നേതാവ് സോണിയാഗാന്ധിയെ പോയി കണ്ടത്? എന്താണ് സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിക്കൊടുത്തതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല SITയോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് സതീശന് അറിയില്ലേ? ഈ കേസിൽ കോൺഗ്രസിന് പങ്കാളിത്തമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഇതിന് മറുപടി പറയാത്തത്? ഇക്കാര്യങ്ങൾ കേരളം ചർച്ച ചെയ്യും. ശബരിമലയിലെ സ്വർണ്ണ കട്ടിളപ്പാളി രാജ്യാന്തര കള്ളന്മാർക്ക് വിറ്റോ? അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള കേസിൽ CBI വരണമെങ്കിൽ മുഖ്യമന്ത്രി അതിന് തയ്യാറാകണം, അല്ലെങ്കിൽ കോടതി പറയണം. പോലീസിനെയും അധികാരവും ഉപയോഗിച്ച് ഒരു വിശ്വാസവുമില്ലാത്ത സ്ത്രീകളെ സർക്കാർ ശബരിമലയിൽ കയറ്റുന്നതാണ് കണ്ടത്. അതിന്റെ ശിക്ഷ അവർക്ക് കിട്ടി. അവർ പാർലമെന്റിലേക്ക് പോകേണ്ടെന്ന് ജനം തീരുമാനിച്ചു. ഇവരെ താഴെയിറക്കാൻ ബി.ജെ.പിക്ക് കരുത്തുണ്ടോ എന്നും ജനം പരിശോധിച്ചു. അതാണ് പല സ്ഥലത്തും ബി.ജെ.പി വോട്ടുകൾ 20%-എത്താൻ കാരണം. ഇതുവരെ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായി ജനം ചിന്തിക്കാൻ പോവുകയാണ്. കാരണം അവർക്ക് മനസ്സിലായി, ശബരിമല കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ശബരിമലയിൽ രണ്ട് മുന്നണികളുടെയും ലക്ഷ്യം അയ്യപ്പനല്ല. രണ്ട് മുന്നണികളുടെയും ലക്ഷ്യം അതൊരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആകണമെന്നാണ്. കേരളത്തിൽ ബി.ജെ.പിയുടെ 1/2 ഡസനോളം എം.എൽ.എമാരുണ്ടായിരുന്നുവെങ്കിൽ സ്വർണ്ണക്കൊള്ള ഒരിക്കലും നടക്കില്ലായിരുന്നു. ഈ പ്രശ്നങ്ങൾ CPM-നോടുള്ള വിശ്വാസ്യതയെ കൂടി ചോദ്യം ചെയ്യുന്നതാണ്. ലോകത്താകമാനം കമ്മ്യൂണിസം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വാക്കും പ്രവൃത്തികളും തമ്മിലുള്ള അന്തരം ജനങ്ങൾ കാണാൻ ആരംഭിച്ചു. ഇത് കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ ഭാവിക്ക് തുടക്കം കുറിക്കും. കേരളത്തിൽ ബി.ജെ.പി അധികാരത്തിൽ വരേണ്ട സമയത്തു തന്നെ എത്തും. വരുന്ന തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വന്നിരുന്നു. ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് എല്ലാം നടക്കും. CPM, കോൺഗ്രസ്, ബി.ജെ.പി എന്നിവർ കേരളത്തിലെ 3 പ്രധാന പാർട്ടികളാണ്. മുന്നണികളിലെ ചെറിയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവയുടെ പ്രാതിനിധ്യം പലപ്പോഴും അവയുടെ യഥാർത്ഥ വോട്ടടിത്തറയ്ക്ക് ആനുപാതികമല്ല. രാഷ്ട്രീയ പുനഃക്രമീകരണം സ്വാഭാവികമായി സംഭവിക്കും. തിരഞ്ഞെടുപ്പിന് മുൻപ് ബി.ജെ.പി തന്ത്രം വെളിപ്പെടുത്തും. പരമ്പരാഗത CPM ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടെ കേരളത്തിലുടനീളം ബി.ജെ.പി സാന്നിധ്യം വികസിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. പ്രത്യയശാസ്ത്രത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ മൊത്തത്തിലുള്ള വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഗണ്യമായ സീറ്റുകൾ നേടുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മാത്രമല്ല, ബി.ജെ.പി നേരായ മാർഗത്തിലൂടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇടതുപക്ഷത്തും വലതുപക്ഷത്തും വികസനം ആഗ്രഹിക്കുന്നവർ ബി.ജെ.പിയിൽ ചേരും. ഇതിന്റെ ആദ്യ പടിയാണ് AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി.ജെ.പിയിൽ ചേർന്നത്. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ എത്തിയത്. കേരളത്തിൽ നിരവധി പ്രമുഖർക്ക് ബി.ജെ.പിയിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ട്. CPM-ലുള്ളവർ മാത്രമല്ല, പലരെയും കണ്ടിട്ടുണ്ട്. കേരളത്തിൽ ആ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. സമയമാകുമ്പോൾ അവരെല്ലാം ബി.ജെ.പിയിൽ ചേരും. മാർക്സിസ്റ്റ് പാർട്ടിയിലെ സാധാരണക്കാരായ അണികൾ ബി.ജെ.പിയിലേക്കുള്ള ഷിഫ്റ്റ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തന്നെ വരുത്തി കഴിഞ്ഞുവെന്നാണ് ബി.ജെ.പിയുടെ വിശ്വാസമെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.